ഓണസദ്യയുടെ കൂടെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു പൈനാപ്പിൾ മധുരക്കറിയുടെ റെസിപ്പി നോക്കിയാലോ? രുചി മാത്രമല്ല, സദ്യയുടെ കൂടെ കാണാനും നല്ലൊരു ഭംഗിയാണ് ഈ മധുരക്കറി. ഒരു ചെറിയ കുക്കറിലേക്ക് ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, ഒരു വലിയ പഴുത്ത ഏത്തയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുന്നോടം വരെ വേവിക്കാൻ വെക്കാം. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചതും തേങ്ങ വറുത്തതും റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറുജീരകം, 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആകുന്നോടം വരെ വറുത്തെടുക്കണം. 2 വിസിലിന് ശേഷം കുക്കറിൻ്റെ ആവിയൊക്കെ നല്ലപോലെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കി എടുക്കുന്നതിന് ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ലായനി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 1/4 പിടി കാഷ്നട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആയി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് കൂടി നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു പിടി മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സീഡ്ലെസ് മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടുക് വറുത്ത് താളിക്കുന്നതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും 4 വറ്റൽമുളക് മുറിച്ചതും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് വഴറ്റി മൂപ്പിച്ച് ഇത് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള പൈനാപ്പിൾ മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.